ഹലോ, നമ്മുടെ അമ്പലത്തിൽ നിന്ന് ഉത്സവം തുടങ്ങിയിട്ടുണ്ടെന്ന് കേട്ടോ. സോ ഇന്നത്തെ ദീപാരാധന നമ്മുടെ നിധിമോളുടെ പേര്. അങ്ങനെ എല്ലാം റെഡിയായി, ഇവളെ റെഡിയാക്കി വാരി പറക്കി നേരെ അമ്പലത്തിലേക്ക് വിട്ടേ. അവിടെ എത്തിക്കഴിഞ്ഞത് ഉത്സവത്തിന്റെ ആംബിയൻസ്, ലൈറ്റ് കാര്യങ്ങൾ, അറേഞ്ച്മെന്റ്സ്, ഡെക്കറേഷൻസ് ഒക്കെ കണ്ടപ്പോഴേക്കും നമ്മുടെ കുഞ്ഞിന്റെ കിളി കംപ്ലീറ്റ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അങ്ങോട്ട് നിധിമോളുടെ ഫേസിൽ കംപ്ലീറ്റ് നവരസങ്ങളായിരുന്നു. ഇതൊക്കെ ഏത് എന്ത് എങ്ങനെ ഒന്നും മനസ്സിലാവാത്ത അവസ്ഥയല്ലേ. അത് തന്നെ. അതൊക്കെ കഴിഞ്ഞ് നേരെ അമ്പലത്തിലേക്ക് ഒന്ന് തൊഴാനായിട്ട് കയറി തൊഴുതിറങ്ങി നേരെ ഇറങ്ങി നമ്മുടെ പതിവ് ആചാരത്തിലേക്ക്, അതായത് പെട്ടിക്കട. ഇവിടെ പോയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അവിടുന്ന് എന്തൊക്കെയോ മേടിച്ച് കൂട്ടിയിട്ട് നേരെ ബജ്ജിക്കട. ആഹാ, ബജ്ജി അത് നിർബന്ധമായിട്ടുള്ള കാര്യം തന്നെ. കള്ളമാർക്ക് എല്ലാവർക്കും ബജ്ജിയും സോഡ ലൈമും ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കൊച്ചിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചൂടുവെള്ളം തിളപ്പിച്ച് അതിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തള്ളേൻ്റെ പിള്ളേനൊക്കെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ഞാൻ നാടകം കാണാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്തേ. നാടകം തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് ഡാൻസ് പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 9:30 നാടകം സ്റ്റാർട്ട് ചെയ്താണ് പറഞ്ഞത്. പക്ഷേ തുടങ്ങാറായപ്പോഴേക്കും ഏകദേശം 10 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാൻ നാടകം സ്കിപ്പ് ചെയ്ത് നേരെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരും കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവുന്നു. സമയം ഇത്രയായിട്ടുണ്ടേ ഒരാൾ അവിടെ കണ്ണു മിഴിച്ച് നോക്കിയിരിക്കുക. എല്ലാവരുടെയും കണ്ണിൽ ഉറക്കം വന്ന് തൂങ്ങുക. ഇവള് മാത്രം കണ്ണു മിഴിച്ച് പാതിരാത്രിയാകുമ്പോൾ ചിരിയും കളിയായിട്ട് എഴുന്നേറ്റിരിക്കുക. അവളുടെ മനസ്സ് ഇപ്പോഴും ആ ഉത്സവപ്പറമ്പിൽ തന്നെയാണ്. ഇവിടെ ഉറങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു.